ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു ബിസിനസ് ഐഡിയ ആണ്. ഒരു ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയനെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കിന്ന് തോന്നി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ബിസിനസ് ആയിരിക്കും എന്ന് തോന്നി. കാരണം പ്രത്യേകിച്ച് വരുന്ന വേനൽക്കാലത്ത് ഇത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാനും നല്ല ബിസിനസ് നടക്കാനും അത്യാവശ്യം നല്ല റിട്ടേൺസ് ഡെയിലി ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള, വലിയ ബിസിനസ് അല്ല, ചെറിയ രീതിയിലുള്ള ഒരു നല്ല രസമുള്ള ഒരു ബിസിനസ് ആയിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ അത് എന്താണ് ആ ബിസിനസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി പുറത്തുള്ളത്. അപ്പം ഞാനൊരു യാത്രയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയ ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, യൂസ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്കത് വലിയൊരു അങ്ങനെ പ്രത്യേകിച്ച് അതുപോലെ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ കാര്യമുള്ള സംഭവമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിജക്റ്റ് ചെയ്യാം. എനിവേ എന്താണെങ്കിലും എനിക്ക് തോന്നിയൊരു പ്ലാനിനെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ബിസിനസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ തോന്നി. അപ്പോൾ അത് വർക്കൗട്ട് ആവുമെന്നും എനിക്ക് തോന്നിയപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന ചൂട് കാലം, ഇപ്പോൾ നമ്മൾക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം നല്ല ചൂടാണ്, മനസ്സിലായേ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നല്ല ചൂടും ഓരോ വർഷം കൂടുന്നൊരു ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ്, അല്ലെങ്കിൽ എന്ത് മീൻസ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കട്ട് ഫ്രൂട്ട്സ് സംഭവം, മനസ്സിലായില്ലേ. ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെജിറ്റബിൾസ്. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുക്കമ്പർ, അതേപോലെ തന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, അതേപോലെ എന്തൊക്കെയാണോ നമുക്കൊരു ഗ്രീൻ സലാഡ് സെറ്റപ്പിൽ, അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് കൂളാവാൻ, ഹെൽത്തി ആയിട്ട് കൂളാവാൻ കഴിക്കുന്ന ഇപ്പോൾ ഈ കുക്കുംബർ പോലത്തെ സംഭവങ്ങൾ, ബീട്രൂട്ടൊക്കെ ഉള്ള പോലത്തെ ഇതിൻ്റെയൊക്കെ പീസുകൾ നല്ല രസം, നല്ല വൃത്തിയിൽ ചെയ്യണം കേട്ടോ ഈ ബിസിനസ്. നമ്മൾ ഒരു വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കണ ഫുഡാണ്, കഴിക്കണ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കട്ട്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് പീസൊക്കെ ആക്കിയിട്ട് നല്ല രസമുള്ള സംഭവത്തിൽ ചെറിയ ഡിസ്പോസിബിൾ പ്ലേറ്റിലൊക്കെ വെച്ച് നല്ല രസത്തിൽ പാക്ക് ചെയ്തിട്ട് നല്ല രസമായിട്ട് വെക്കാം. അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും കട്ട് ഫ്രൂട്ട്സിൻ്റെയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഇതിൻ്റെയും ജ്യൂസുകൾ അടിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ബോട്ടിലുകളുണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ബോട്ടിലുകളാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സംഭവത്തിൻ്റെ ജ്യൂസുകളും. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ സ്പെഷ്യലി പറഞ്ഞത് ജ്യൂസ് ഉണ്ടെങ്കിൽ അടിപൊളിയായി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കട്ട് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ്. അപ്പോൾ നോർമലി ഇങ്ങനത്തെ പ്ലേറ്റ്സ് കാണാൻ സമയത്ത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വഴി പോകണം ഏതൊരാളാണെന്നുണ്ടെങ്കിലും ചൂടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആവാൻ അല്ലെങ്കിൽ നല്ല കൂളായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് മേടിച്ച് ഇങ്ങനെ കഴിക്കും. ഒന്നുകൂടി ഹെൽത്തി ആണല്ലോ. പക്ഷേ ഇതൊരു അങ്ങനത്തെ ഒരു ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ ഒരു വഴിയോര കച്ചവടം പോലെ അങ്ങനത്തെ സ്റ്റാളുകളൊന്നും കെട്ടിയിട്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം അത് ഹൈജീനിക്ക് അത് ഒരു ബുദ്ധിമുട്ടായി വരും ഫുഡിൻ്റേതായതുകൊണ്ട്. അപ്പോൾ നല്ല വൃത്തിയിലുള്ള ചെറിയ കൗണ്ടറുകൾ, നല്ല വൃത്തിയിൽ, ഇപ്പോൾ നമുക്കറിയാം റെഡിമെയ്ഡ് കൗണ്ടറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല സ്ഥലത്തും, നല്ല ഭംഗിയുള്ള. അപ്പോൾ അതുപോലത്തെ നമ്മൾക്ക് തന്നെ സ്വയം അങ്ങനത്തെ ചെറിയ കൗണ്ടറുകൾ സെറ്റ് ചെയ്യാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൗണ്ടറുകളിൽ സെറ്റ് ചെയ്തിട്ട് നല്ല അട്രാക്ഷൻ തരുന്ന രീതിയിൽ
അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കളറൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെറിയ കൗണ്ടറുകൾ വെച്ചിട്ട് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് മാത്രം. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ എല്ലാ നല്ല ഫ്രൂട്ട്സും കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടായതോ ചീഞ്ഞതോ മോശം വന്നതൊന്നും കട്ട് ചെയ്യാതെ നല്ല നീറ്റായിട്ടുള്ള ഫ്രൂട്ട്സും നല്ല നീറ്റായിട്ടുള്ള വെജിറ്റബിൾസും കിട്ടുന്നതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അതിങ്ങനെ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രൈസൊക്കെ അതിന് ഫിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് രണ്ടിൻ്റെ ജ്യൂസുകൾ നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ്, അതേപോലെ കുക്കുംബർ ജ്യൂസ്, അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിലും ആപ്പിളാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും മറ്റേ ഗ്രേപ്സ് ആണെങ്കിലും എന്തിൻ്റെയും ജ്യൂസുകളാക്കിയിട്ട് ചെറിയ ചെറിയ ബോട്ടിൽ സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ബൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ചിട്ട് എന്നാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലത്തെ സാധനം കൗണ്ടർ ഇത് മാത്രമുള്ള ഒരു കൗണ്ടർ ഇട്ടാൽ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഇനി ഒരു ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചൂടിനെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ തണുപ്പുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അപ്പോൾ വരേണ്ട സ്പോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈവേയുടെ സൈഡിലൊക്കെ ഇങ്ങനത്തെ കൗണ്ടറുകൾ സെറ്റ് ചെയ്യാം, പൊടി കിടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് നല്ല ക്രൗഡുള്ള ഏരിയകൾ, സ്കൂൾ കോളേജ് അങ്ങനത്തെ ഏരിയകളിലൊക്കെ അത്യാവശ്യം നല്ല ക്രൗഡുള്ള ടൗൺ ബേസ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനട കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വണ്ടിക്കാരാണെന്നുണ്ടെങ്കിലും ബൈക്കിൽ പോകണം കാറിൽ പോകണവരൊക്കെ എന്താ ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ മേടിച്ച് വെച്ച് കഴിക്കാം. കുറച്ചും കൂടി ഹൈജീനിക് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മേടിക്കാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ അത് വണ്ടിയിൽ ഇരുന്നിട്ട് അവർക്ക് കഴിച്ചിട്ട് പോവുകയും ചെയ്യാം. അത്യാവശ്യം ഒരു താൽക്കാലിക ശമനം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. നിങ്ങൾക്കത് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെടുത്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ലത് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.